മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഓൺലൈൻ ന്യൂസ് ചാനലിൻ്റെ ഉടമയായ ഷാജൻ സ്കറിയെ അർദ്ധരാത്രി പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഷർട്ടിടാൻ പോലും അനുവദിക്കാതെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയും ചെയ്തു. സാധാരണഗതിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമ്പോൾ പിറ്റേ ദിവസം കോടതിയിലോട്ട് കൊണ്ടുവരികയോ അവിടെ വെച്ച് കേസ് പരിഗണിക്കുകയോ സാധാരണ ചെയ്യാറുള്ളൂ. പക്ഷേ തൽക്ഷണം തന്നെ ഷാജൻ സ്കറിയെ അറസ്റ്റിൽ നിന്ന് വിടുവിക്കുകയാണ് ഉണ്ടായത്. ഇത് കണ്ട് പോലീസ് സേനയിലെ ജോർജ് സാർമാർ അന്തം വിട്ടുപോയി. ഇതെങ്ങനെ സംഭവിച്ചു? ഇതേത് നിയമത്തിലാണുള്ളത് ഇങ്ങനെ പെട്ടെന്ന് ജാമ്യം കൊടുക്കാനൊക്കെ? നിങ്ങളെക്കാളും വലിയൊരു ജോർജ് സാറ് ഇന്ത്യൻ നിയമത്തിലുണ്ട്. അതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുമ്പിൽ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടേലേ, നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാനുണ്ടല്ലേ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 22 സബ് ക്ലാസ് 1 പ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായും അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്തിനാണ്, ഏത് വകുപ്പ് അനുസരിച്ചിട്ടാണ്, ജാമ്യമുള്ള വകുപ്പാണോ ജാമ്യമില്ലാത്ത വകുപ്പാണോ എന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രേഖാമൂലം അറിയിച്ചിരിക്കണം. ഒരാൾ അറസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ അറിയിച്ചിരിക്കണം. കൂടാതെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സമയം അഭിഭാഷകനുമായി സംസാരിക്കാനുള്ള അവകാശം പോലീസ് നൽകണം. അഭിഭാഷകനുമായി സംസാരിക്കുന്നത് ഒരിക്കലും ഒരു പോലീസ് തടയാൻ പാടില്ല. കാരണം അത് ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ ലംഘനമാണ്. കൂടാതെ മജിസ്ട്രേറ്റിന് മുമ്പിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾ ഹാജരാക്കുമ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ എന്തെങ്കിലും നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് മജിസ്ട്രേറ്റ് മനസ്സിലാക്കണം. അത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ എന്തെങ്കിലും നിയമലംഘനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ റിമാൻഡ് ചെയ്യാനോ ജയിലിലടയ്ക്കാനോ പാടില്ല. പകരം ബെയിലിലോ അല്ലാതെയോ റിലീസ് ചെയ്യേണ്ടതാണ്. സാറുമാരെ, നിയമങ്ങൾ കർശനമാക്കാൻ പോവുകയാണ്. ഇനിയും ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ തുടർന്നാൽ പണി പാലും വെള്ളത്തിൽ കിട്ടും.